ശരത്, ഇടുക്കി പീരുമേട്ടിൽ സീത എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവർ കാട്ടുവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സമയത്ത് കാട്ടാന വന്ന് ആക്രമിക്കുകയാണെന്ന് ഈ സീതയുടെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവായ ബിനു തന്നെ നൽകുന്ന മൊഴി. ഇങ്ങനെ സീതയെ ഇന്നലെ തന്നെ ആശുപത്രിയിൽ ഇന്നലെ തന്നെ മൃതദേഹം കാട്ടിൽ നിന്നും റിട്രീവ് ചെയ്തെടുക്കുകയും സീതയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് കാട്ടാന ആക്രമണത്തിലല്ല സീത കൊല്ലപ്പെട്ടത്. ഒരു അതിഭീകരമായ ഒരു പീഡനമുറകൾ നേരിട്ടുകൊണ്ടാണ് ആ സ്ത്രീ മരണപ്പെട്ടതെന്നൊരു റിപ്പോർട്ട് ഡോക്ടർമാർ പറയുന്നു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരത്ത് വായിച്ചിട്ടുണ്ടാകും. ഏറ്റവും ഒടുക്കം കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിനു പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി തെറ്റാണെന്നും ബിനു തന്നെയാണ് കൊലപാതകം നടത്തുകയായിരുന്നുവെന്നും അതെന്നിട്ട് ആനയുടെ പുറത്ത് കെട്ടിവെക്കുകയായിരുന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. സത്യത്തിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ. നമ്മൾ വന്യജീവി ഭീഷണി ആക്രമണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കവേ ഇതും ഒതുങ്ങി തീർക്കാവുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ പോകേണ്ടിരുന്നിടത്താണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മൃതശരീരം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു വിവരം പുറത്തു വരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചിരുന്നു. അതിമൃഗീയമായാണ് ആ സ്ത്രീ. ഇവിടെയാണ് നമ്മൾ പോസ്റ്റ്മോർട്ടമിന്റെ ഒരു ക്രെഡിബിലിറ്റി വേണ്ടി വരുന്നത്. അതായത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ആധുനിക കാലമായതുകൊണ്ട് തന്നെ ഒരു നിസ്സാരം ഇപ്പം നമുക്ക് എല്ലാ മരണങ്ങൾക്കും ഒരുവിധം ഇങ്ങനത്തുള്ള മരണങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. അതൊരു നിയമമായി മാറാൻ കാരണം ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് തോന്നുന്നു. അതിനകത്ത് പറയുന്ന രീതി അനുസരിച്ച് തലയ്ക്കും അതുപോലെ നാഭിക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ മരിച്ച സീതയുടെ ഭർത്താവ് ബിനു പറയുന്നതനുസരിച്ച് ഉൾക്കാട്ടിലേക്ക് പോകുമ്പോൾ, അതായത് കുത്തിനുള്ള പടർപ്പുകളുള്ള കയറ്റത്തിലേക്ക് കയറുമ്പോൾ ആന മുന്നിൽ വരികയും താൻ പിന്നിലായിരുന്നു, സീത മുന്നിലായിരുന്നു. സീതയെ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റിയപ്പോൾ തന്നെ അയാൾ പിന്മാറിയെന്നും കുട്ടികളെ പുറകിലായിരുന്നു എന്ന് കാണാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ കാട്ടിലേക്ക് കയറി പോകുന്നതുകൊണ്ട് പിന്നെയാണത് സീതയുടെ മരണം ഉണ്ടെന്നുള്ള രീതിയിലുള്ള പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ പോലീസിൽ മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമോ എന്തെങ്കിലും ഉണ്ടായിട്ട് തോന്നുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി പഠിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. അതിൽ നിന്ന് ഡോക്ടർമാർക്ക് കിട്ടിയ വിവരമനുസരിച്ച് തലയ്ക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു, നാഭിക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല പോലീസ് ഇതിനകത്ത് തന്നെ സർജന്മാർക്കും അതായത് പോസ്റ്റ്മോർട്ടം നടത്തുന്നവർക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ധാരണയുണ്ട് ഈ ഒരു മരണകാരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അപ്പം ഒരു ആന കൊണ്ടുണ്ടാകുന്ന ഒരു ആക്രമണമാണോ അതോ മനുഷ്യൻ മനുഷ്യൻ നടത്തിയ ഒരു ആക്രമണമാണോ എന്ന രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും. ചില ഫോറൻസിക് റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതൊക്കെ സാഹചര്യങ്ങളെല്ലാം തന്നെ ബിനുവിന് എതിരാണ്. പക്ഷേ ബിനു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും പഴയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ തെളിവുകൾ സഹിതം വരുമ്പോൾ അവിടെ ബിനു അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ, വീണ്ടും പറയുന്നു ബിനു അങ്ങനെ എന്തെങ്കിലും നടത്തിയിട്ട് ബിനുവിൻ്റെ കരങ്ങളാലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അതിന് കൃത്യമായൊരു ഉത്തരം പറയാൻ ബിനുവിന് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പോലീസിന് ആ തെളിവുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബിനുവിന് എതിരാവും കാര്യങ്ങൾ. ഇപ്പോൾ നിലവിലെ വെർഡിക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കാട്ടാന മൂലമല്ല, അതായത് ബിനുവിൻ്റെ ഇതിപ്പോൾ മനുഷ്യൻ നിമിത്തം ഉണ്ടായ ഒരു മരണമാണെന്ന് പറയുന്നുണ്ട്. ബിനുവിന് കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട്.